89 സ്വാഗതാർഹമായ ഒരു പിളർപ്പ് അള്ളാഹു തആല ഈ പ്രസ്ഥാനത്തിന് തന്നു. അതിൽ എന്താക്കി അള്ളാഹു ദീൻ ശക്തിപ്പെടുത്താൻ പടച്ചോന്റെ ഓരോരോ ഹിക്മത്ത് ഉണ്ടാകും. ആ ഹിക്മത്തിനെ പറ്റി നമ്മൾ ദൗർഭാഗ്യകരം എന്നൊന്നും പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോ അതിലൊരു ഇതുണ്ട്. അങ്ങനെ എന്തായി, കേരളത്തെ ഒരു ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ കണക്കാക്കിയാൽ ഇവിടെ ആ ഗ്രൗണ്ടിൽ നമ്മളെ ഒരു ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന കളി ഏതാ? അത് ഫുട്ബോൾ കളിക്കലാണ് അല്ലേ? അതെന്താ കാരണം? 11s അല്ലെങ്കിൽ 7s, രണ്ട് കൂട്ടർ അപ്പുറം നിന്നിട്ട് രണ്ട് ടീം കളിക്കുകയാണ്. ആ കളി കാണാൻ അള്ളാഹു തആല ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഇങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. സുന്നികൾ ഇവിടെ ഉണ്ടാകും, മൗലൂദൊക്കെ ഓതിയിട്ടൊരു 4 ആളുണ്ടാകും. പക്ഷെ സുന്നി എന്നുള്ളൊരു ആശയം ഉണ്ടാകില്ല. ഒരു ആശയത്തിന്റെ അവിടെയാണ് ഇവിടെ വല്ലാതെ ആ സുന്നി ആശയത്തെ ഇങ്ങനെ മയക്കുപടി വെച്ച് കിടത്തിയിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അള്ളാഹു തആല ഇതിനൊന്ന് ഉണർത്താൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ് അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ടവർ ഒരു ടീമിന്റെ ലീഡറായി. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഒരു ടീമിന്റെ ലീഡറായി. 2 ടീമായപ്പോ നമ്മളൊക്കെ ഏത് ടീമിൽ നിന്നു? മറ്റേ ടീമിൽ നിന്നോലുണ്ടാവും. നമ്മൾ ഓരോ ആക്ഷേപിക്കാനൊന്നും പോകണ്ട. 2 ടീമില്ലാതെ കളിയുണ്ടോ? 2 ടീമായി കളിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കളിയായിട്ട് മുന്നോട്ട് പോയി. ഗോൾ ഇങ്ങനെ അടിച്ചിട്ട് കളി അറിയാത്ത ആൾക്കാർ കളിക്കണ പോലെ പിടിച്ചു കൊണ്ടുക, കാലിന് വെള്ളിച്ച് തള്ളിയിടുക, അങ്ങോട്ടാക്കുക. അത് കളി അറിയാത്തവരുടെ രീതിയാണ്. അത് ഇപ്പോഴും ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ നമുക്ക് കാണാം. കളി അറിയാത്തവരും ഇങ്ങനെയാണ് ഉന്തിയിട്ടും ഇതാക്കിയിട്ടും. അപ്പം കളി അറിയാത്തവരും ഉന്തും തിരക്കും ഒക്കെ ഉണ്ടാക്കി ഇപ്പോഴും നമുക്ക് തമ്മിൽ ഉന്തുന്നത് കേൾക്കാൻ കഴിയും. അപ്പം അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കളിയായിട്ട് പോയി. AP ഉസ്താദിന്റെ ടീം അങ്ങോട്ട് കളിച്ചു. ആ കളി ഇപ്പൊ എവിടെ എത്തി നിങ്ങൾ വിചാരിച്ചത്? സുബ്ഹാനല്ലാഹ്, 2 ടീമായിട്ട് ഇങ്ങനെ കളിച്ചിട്ട് പണ്ട് നമ്മൾ അവിടുന്ന് ഒരാൾ അടി കൂടിയിട്ട് തിരിച്ചു വന്നിട്ട് പീഡിയക്കൊലയും അങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, പൊരിഞ്ഞ തല്ലാണ്. എങ്ങനെയുണ്ട് അടി? പൊരിഞ്ഞ അടിയാണ്. പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നിങ്ങോട്ടാണെങ്കിൽ ഒന്നിങ്ങോട്ട്, ഒന്നിങ്ങോട്ടാണെങ്കിൽ ഒന്നിങ്ങോട്ട്, ഒക്കെ ഇങ്ങോട്ട് തന്നെയാണ്, എങ്ങോട്ടില്ല. മനസ്സിലായോ? കേൾക്കണവര് വിചാരിച്ച് ഇതൊക്കെ എന്ന മാതിരി ഗോള് മുഴുവൻ അടിച്ചിട്ട് നമ്മളെന്തായി? APക്കാർ മുന്നോട്ട് പോയി. അള്ളാഹു ഖൈർ തരട്ടെ. അങ്ങനെ ഇപ്പം എന്തായി? നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡ്, യാ റബ്ബ്, ആ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കഴിഞ്ഞ മാസത്തെ 2ാം ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളുടെ അംഗീകാരത്തിന് വന്നപ്പോൾ അല്ലാഹു റബ്ബി 10156 മദ്രസക്ക് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. ഇന്ന് രാവിലെ സുബഹിക്ക് മദ്രസയിൽ കുട്ടികൾ എത്തിയിട്ട് 5,51,800 കുട്ടികൾ ഇന്ന് രാവിലെ നമ്മളെ മദ്രസയിൽ ഫാത്തിഹ ഓതി. നമ്മൾ ഗോൾ അടിച്ചും കൊണ്ട് പോകുകയാണോ? അല്ലേ? നമ്മളെ ഓഫീസ് കേരളത്തിൽ നിന്ന് വിട്ടുങ്ങാണ്ട് എവിടെ എത്തി? ബോംബെ, അവിടെ നമുക്ക് ഓഫീസുണ്ട്. കൊൽക്കത്ത, അവിടെ നമുക്ക് ഓഫീസുണ്ട്. അതേപോലെ തന്നെ എവിടെ ഉണ്ട്? നമ്മളെ സംഘടനക്ക് ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, അഹമ്മദാബാദിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഇന്ത്യയുടെ പ്രധാന സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ അൽഹംദുലില്ലാഹ് അവിടെ ഒക്കെ നമ്മൾ വളർന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് വളർന്നത്? നമ്മൾ വളർന്നത് ചുളിവിലൂടെയല്ല, നമ്മൾ വളർന്നത് ഒരു അവിഹിത മാർഗത്തിലൂടെയല്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഒരു ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യമാണ്. ഈ രാജ്യത്ത് ഈയിടെ ഇടക്കാലത്ത് തീവ്രവാദികളെ നല്ല പോലെ പരിശോധിക്കാം. അതിൽ മുസ്ലിങ്ങളെ ഒന്ന് പ്രത്യേകം. അൽഹംദുലില്ലാഹ്, ഷെയ്ഖുന AP ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഓഫീസ് ഇതുവരെ റെയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു നേതാവിന് തെറ്റിദ്ധാരണ പ്രകാരം നമ്മൾ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ഓഫീസുകളിലാകെ യൂണിറ്റ്, സർക്കിള്, സോണ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, അഖിലേന്ത്യ, ഈ ഓഫീസുകളിലൊക്കെ നോക്കിയിട്ട് ഒരു നഖം മുറിക്കണ കട്ടർ പോലും ഇതുവരെയോട്ട് കിട്ടിയിട്ടില്ല. എവിടെ? അതെന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് ഒരു കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും ഒരു കയ്യിൽ വിശുദ്ധ ഖുർആനും പിടിച്ചുകൊണ്ട് പൂർവികർ അവര് നിലനിർത്തി പോന്ന പാത അത് സമാധാനത്തിൻ്റെതാണ്, അത് സത്യത്തിൻ്റെതാണ്. അതുകൊണ്ട് വളർന്നു. വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കന്നഡായ്മുട്ടി മുസ്ലിയാര് ബഹുമാനപ്പെട്ടവർ KK ഉസ്താദായി. അത് പിന്നെ എന്തായി? അത് കട്ടിപ്പാറ ഉസ്താദായി.
മർക്കസ് സക്കാഫത്ത് സുന്നിയായിലെ 15,000-ഓളം വരുന്ന സക്കാഫികൾക്കൊക്കെ മുദരിസായി, ഉസ്താദായി. ബഹുമാനപ്പെട്ടവർ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ്, മറ്റൊരു ഘടകത്തിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറയിൽ മെമ്പർ, കേന്ദ്ര മുഷാവറ തീരുമാനിക്കുന്ന, സ്റ്റേറ്റ് മുസ്ലിം ജമാഅത്ത് തീരുമാനിക്കുന്ന ഒട്ടേറെ കമ്മിറ്റികളിലൊക്കെ ആധികാരിക പദവി. അതോടൊപ്പം സ്റ്റേറ്റ് തലത്തിലോ ജില്ലാ തലത്തിലോ ഏത് തീരാ പ്രശ്നങ്ങളുണ്ടെങ്കിലും AP ഉസ്താദ് ഉടനെ പറയും അതിനൊരു സമിതി ഉണ്ടാക്കുക, അതിന്റെ ചെയർമാൻ KK ആവട്ടെ, എറണാകുളത്ത് പ്രശ്നം തീർക്കാൻ KK പോട്ടെ, വയനാട്ടിലൊരു പ്രശ്നമുണ്ട് അത് പറഞ്ഞു തീർക്കാൻ. അങ്ങനെ ഏത് സ്ഥലത്തേക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പോയി സഹിച്ച് ക്ഷമിച്ച് മറന്ന് പുറത്ത് ബഹുമാനപ്പെട്ടവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തി എത്ര മസ്ലഹത്തുകൾ അല്ലാഹു റബ്ബി അകന്ന മനസ്സുകളെ അടുപ്പിക്കുക, പിണങ്ങിയതിനെ ഇണക്കി ചേർക്കുക. ഈ കാര്യം ചെയ്തത് മാത്രം മതി ബഹുമാനപ്പെട്ടവർക്ക് സ്വർഗം കിട്ടാൻ. ഉസ്താദ് അതിൽ വല്ലാതെ സേവനം ചെയ്തു. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അതോടൊപ്പം ഇവിടെ ഒരു പക്ഷേ അനുസ്മരണത്തിൽ പറഞ്ഞിട്ടുണ്ടാകും പലരും. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഞാൻ കണ്ട ഒരു രംഗം ഞാൻ പറഞ്ഞല്ലോ. ആ കാലത്ത് കണ്ടപ്പോൾ അപ്പോഴും അന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് കരുവമ്പയിൽ നിന്ന് വരുമ്പോഴോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വടകരയിൽ നിന്ന് വരുമ്പോഴോ പൂനൂർ അങ്ങാടിയിൽ വന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്കുള്ള സാധനം ഉസ്താദ് തന്നെയാണ് വാങ്ങാറുള്ളത്. അതൊരു വല്ലാത്ത അത്ഭുതമാണ്. വളരെ വലുതായപ്പോൾ ഉസ്താദിന്റെ വണ്ടിയിൽ ഖാദിമില്ലല്ലോ. നിങ്ങൾ കണ്ടോ, ഉസ്താദിന്റെ കൂടെ ഒരു ഖാദിമും ഉണ്ടാവില്ല, ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവൂ. ആ ഡ്രൈവറെ സാധനം വാങ്ങാൻ പറഞ്ഞയക്കാറില്ല, ഉസ്താദ് തന്നെ പോകും. ഉസ്താദ് പോയി ആ കച്ചവടക്കാരുടെ ഇടയിൽ ഇങ്ങനെ നിന്നിട്ട് എല്ലാവരോടും ലോക്യം പറയണ്ടാവും. ഒരു പീടിയിൽ നിന്ന് സാധനം വാങ്ങുന്നുണ്ടാവും, ലോക്യം മറ്റവരോട് പറയുന്നുണ്ടാവും. ഉസ്താദ് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പോയിട്ട് ഉണക്കൽ മീൻ ഉസ്താദ് തന്നെയാണ് വാങ്ങുന്നത്, പച്ചമുളക് ഉസ്താദ് തന്നെയാണ് വാങ്ങുന്നത്, വീട്ടിലേക്കുള്ള സാധന സാമഗ്രികളൊക്കെ ഉസ്താദ് തന്നെയാണ് വാങ്ങുന്നത്. യാ റബ്ബ് യാ റബ്ബ്. അത് എപ്പോ സമസ്തയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായപ്പോഴും അതേപോലെ തന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോഴും അതേപോലെ തന്നെ ഈ ഉയർന്ന പദവികളൊക്കെ ഉള്ളപ്പോഴും ഉസ്താദ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ചെറിയ പ്രായത്തിലും ആ ഒരു വിനയം, ആ ഒരു താഴ്മ, ആ ഒരു ഇടപെടൽ ആർക്കും മാതൃകയാക്കാവുന്നതാണ്. നമ്മൾ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ അവർ പകർത്തി തന്ന നന്മയെ കാണണം എപ്പോഴും എല്ലാവരോടും. നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും പദവിയും സ്ഥാനമാനങ്ങളും ഉയരുന്നതിനനുസരിച്ച് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കുറയും, ജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറയും, പഴയ ആൾക്കാരുള്ള ബന്ധം കുറയും. KK ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബന്ധം കുറഞ്ഞതായി ആർക്കുമില്ല. കാരണം ഉസ്താദ് വലിയ പദവിയിലെത്തിയപ്പോഴും അങ്ങാടിയിലെ കച്ചവടക്കാരെടുത്ത് പോകാൻ സാധനം വാങ്ങാൻ, അത് വണ്ടി കൊണ്ടുവന്ന് വെക്കാം. പണ്ട് അതെങ്ങനെയാണ്, അത് കൈ പിടിച്ചിട്ട് തൂക്കി പിടിച്ചിട്ട് ആ ബസ്സിൽ എല്ലാവരും തിങ്ങിക്കയറുമ്പം അക്കൂട്ടത്തിൽ കയറുന്ന കൂട്ടത്തിൽ ആരും ഉണ്ടാകും, ഉസ്താദും ഉണ്ടാകും, കയ്യിൽ ഏതും ഉണ്ടാകും, വീട്ടിലേക്ക് സാധനം വാങ്ങിയ സഞ്ചിയൊക്കെ അതും ഉണ്ടാകും. നിങ്ങൾ ഓർത്തു നോക്കി, അതാണ് വലിയ മുദരിസാകണ സമയത്തും ഉസ്താദിന്റെ രീതി അതായിരുന്നു. ആ വിനയത്തെ, ആ താഴ്മയെ, അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. നമുക്കൊക്കെ അത് പ്രസംഗിക്കാനല്ലാതെ പകർത്താൻ കഴിഞ്ഞോളണമെന്നില്ല, നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. അതേപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കുള്ള നാട് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഈ AK ഉസ്താദ് ഇവിടുന്ന് പോയതാണ് അന്ന് ഞങ്ങൾ നാളെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളൊക്കെ നാടാണ് മങ്ങാട്, ഞങ്ങൾ മങ്ങാട്ടേറ്റ പരിപാടിക്ക് വരണോട്ടോ എന്ന് പറഞ്ഞു മൂപ്പൻ. അപ്പൊ ഈ നാട്ടിൽ നിന്ന് പോയി ഈ കട്ടിപ്പാറ ചമ്പറുകൊണ്ട വെട്ടി ഒഴിഞ്ഞ തോട്ടം അതിന് പേര് വരാൻ തന്നെ കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാനിപ്പോൾ ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. VOT വെട്ടി ഒഴിഞ്ഞ തോട്ടം എന്ന് പേര് വന്നത് എങ്ങനെ അറിയില്ലേ? എന്തെങ്ങൾക്ക് അറിയാം പിന്നെ ഈ നാട്ടിനെ പറ്റിയിട്ട്? എന്നാൽ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഉസ്താദിന്റെ വിശ്വാസപൂർവ്വമല്ലേ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതൊരു ചരിത്രമുള്ള സംഗതിയാണ് വെട്ടി ഒഴിഞ്ഞ തോട്ടം എന്ന് പേര് വന്നത്. അപ്പോ അങ്ങനെ തുടങ്ങിയിട്ട് ആ ഏരിയ ഒക്കെ ഏതാണ്, പിന്നീട് താമസായതാണ്, അതൊക്കെ പിന്നെ കുടിയേറ്റ മേഖലകളാണ്. ആ കുടിയേറ്റ മേഖലയിൽ ഉസ്താദ് പോയി ചെറിയൊരു വീട് വെച്ചു. അന്ന് അവിടെ കുറച്ച് വീടുകളുള്ളൂ. അവിടെ ഉസ്താദിന്റെ ശ്രമഫലമായി നാട്ടുകാരെ കൂട്ടിപ്പിടിച്ചിട്ട് ചെറിയൊരു മദ്രസ, ചെറിയൊരു പള്ളി, അത് കൂട്ടിയിട്ട് ഇങ്ങനെ വികസിച്ച് ഇന്ന് അവിടെയുള്ള കുട്ടികളൊക്കെ ഗൾഫിലും മറ്റുമൊക്കെ പോയി നല്ല റോഡായി, നല്ല സൗകര്യമായി ഒക്കെ ആയി. അന്ന് ഞങ്ങളൊക്കെ 77 ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ ചെല്ലുമ്പോൾ
ആ നാട്ടിലുള്ള ആളുകളൊക്കെ ഉസ്താദുമായിട്ടുള്ള ബന്ധം. അല്ലാഹു റബ്ബി, ഇപ്പോ ബഹുമാനപ്പെട്ടവർ 2025 വഫാത്താകുന്നതിന് മുമ്പ് ടോപ്പ് പദവിയിലിരിക്കുന്ന സമയത്തും കാണാൻ പോകുമ്പോൾ അന്നത്തെ നാട്ടിലുള്ള സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണന്മാര്, നാട്ടിലെ സാധാരണക്കാര് എല്ലാവരോടും ഒരേപോലത്തെ ബന്ധവും പെരുമാറ്റവും. യാ റബ്ബ്, അവിടെ കട്ടിപ്പാറയിൽ ഒരു അനുസ്മരണം നടന്നു. ആ അനുസ്മരണത്തിൽ RSS BJP ഉറച്ച നേതൃത്വമായ ആളുടെ പ്രസംഗം കേട്ടോ നിങ്ങൾ? അദ്ദേഹം പറയാണ്, ഉസ്താദിനെ സംബന്ധിച്ച് ഒരു 2 മാസം 3 മാസം കൂടുമ്പോഴെങ്കിലും ഞങ്ങൾ തമ്മിൽ കാണാതിരിക്കില്ല. കണ്ടില്ലെങ്കിൽ അദ്ദേഹം അന്വേഷിക്കും, കണ്ടാൽ അദ്ദേഹം അമ്മയെ പറ്റി ചോദിക്കും, അച്ഛനെ പറ്റി ചോദിക്കും, കുടുംബത്തെ പറ്റി ചോദിക്കും. അങ്ങനത്തെ ഒരു ആത്മബന്ധം നിലനിർത്തിയിരുന്ന വ്യക്തിയായിരുന്നു എന്ന് അനുസ്മരിക്കുന്നത് ആരാ? BJP-ക്കാരാണ്. നമുക്ക്, നാം താമസിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ദീർഘദൃഷ്ടിയുള്ള മഹാന്മാർ മാതൃക കാണിച്ച് നാം ഓർക്കണം. അവർ നമുക്ക് മാതൃക കാണിച്ചു തരുന്നത് നമ്മൾ ആരെയും വെറുത്ത് ഉപേക്ഷിക്കലല്ല, പിന്നെയോ ഏത് വെറുപ്പുള്ളവനെയും കൂടെ നിർത്തി കീഴ്പ്പെടുത്തലാണ്. നല്ലൊരു പുഞ്ചിരി. പഴയ കാലത്തൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മളെ പാടത്ത് എത്ര വിളവെടുക്കും? 3 വിള കൃഷി എടുക്കും അല്ലേ? അതിന് അവസാനത്തിൽ എടുക്കണ കൃഷിക്ക് എന്താ പറയുക? പുഞ്ചകൃഷി എന്നാ പറയുക അല്ലേ? പുഞ്ചകൃഷി നമ്മളെ മഹല്ലിയിലൊക്കെ ഉണ്ടല്ലോ, കിതാബിൽ സക്കാത്തിന്റെ ബാബില് തേവി നനച്ച് കൃഷി ചെയ്തതും കുതിരത്താൽ മഴ പെയ്ത് കൃഷി ചെയ്തതും രണ്ടാ. അതിന് 3ാമത്തെ കൃഷി പുഞ്ചകൃഷിയാണ്. അതിന് നല്ലോണം എന്ത് ചെയ്യണം? വെള്ളം തേവി നനക്കണം. കാരണം വെയിലത്ത് ഉണങ്ങി വരേണ്ട സാഹചര്യത്തിൽ കുറച്ച് വെള്ളം കിട്ടിയാലൊന്നും ഉണരൂല അല്ലേ? അതിക്ക് വെള്ളം നനക്കാൻ അവരിൽ വെള്ളം പറഞ്ഞ മാതിരിയാണ്, കുറച്ചൊന്നും പറഞ്ഞാൽ കാണൂല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നല്ലോണം. അതാണ് പഴയ നാടോടിപ്പാട്ടിലൊരു വരി കാണാം. എന്താണത്? പുഞ്ചപ്പാടം തേവി നനക്കാൻ എന്തൊരു പാട്, പുഞ്ചിരി കൊണ്ടൊരു മനസ്സ് നിറക്കാൻ എന്തൊരു ചേല്. ഒരൊറ്റ പുഞ്ചിരി പിണങ്ങി നിൽക്കുന്ന ഒരാളെ ഇണക്കും. ഒരൊറ്റ നിറഞ്ഞ ഒരു പുഞ്ചിരി ദുഃഖിച്ചു നിൽക്കുന്ന ഒരാളെ മനസ്സിനെ കുളിർപ്പിക്കും. വല്ലാത്ത അഭിമുഖീകരിച്ച ഒരു പ്രശ്നം, അതിനെപ്പറ്റി ബേജാറായി നിൽക്കുന്ന ഒരാളെ നമ്മൾ നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ച് സ്വാഗതം ചെയ്താൽ അതാണ് മുത്തുനബിയുടെ മാതൃക. KK ഉസ്താദിന്റെ ഒരു നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു നീളമുള്ള ആളുമല്ലേ? യാ റബ്ബ്, ഉസ്താദ് നല്ല ഉയരമുള്ള ആളാണല്ലോ. അല്ലാഹു റബ്ബി, മട്ടന്നൂർ പള്ളിയിൽ മിമ്പർമ കയറാൻ വേണ്ടി പറഞ്ഞു. നോക്കുമ്പോ മട്ടന്നൂർ പള്ളിയിലെ കുത്തുബക്ക് വേണ്ടി മിമ്പർമല് 1, 2, 3ാമത്തെ സ്റ്റെപ്പ് കയറി നോക്കുമ്പോ ഉസ്താദിന്റെ തല അവിടെ തട്ടുക. ഉസ്താദ് 2ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ കുത്തുപോതി. അല്ലാഹു റബ്ബി, ഞാനൊരു പ്രാവശ്യം കുടുങ്ങിപ്പോയി. ഞങ്ങൾ ആസൽ കൈമയിൽ ഒരു കന്തൂറ അടിച്ചു തരുന്ന ആളുണ്ട്, നമ്മളെ ഈ കുപ്പായം. അപ്പൊ അവിടെ ഞാനും അളവ് കൊടുത്തു, ഉസ്താദും അളവ് കൊടുത്തു. എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ഉസ്താദിന്റെ അളവിലെ കുപ്പായാണ്. അപ്പോൾ ഞാൻ ഓർപ്പത്തെ ഉസ്താദ് ഇങ്ങനെ നീളമുള്ള മനുഷ്യനാണ്. വടകരയിലൊക്കെ ഉസ്താദ് മിമ്പറിൽ ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നാൽ ഞങ്ങളിങ്ങനെ അത്ഭുതം കാണും. എന്താണത്? നമ്മൾ സാധാരണ ഈ ജുമാക്ക് വരുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവാണ്. അറബികൾക്ക് ആ പതിവില്ല. നമ്മളെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും? നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ ഒരാൾ കാല് നീട്ടിയിരിക്കുന്നുണ്ടാവും, ഒരാൾ കാല് കുറുക്കി വെച്ചിരിക്കുന്നുണ്ടാവും, ഒരാൾ ചാരി ഇരിക്കുന്നുണ്ടാവും. ഒരു പലപ്പോഴും അങ്ങനെയൊക്കെയാണ് കാണുക അല്ലേ? എന്നാണ് ഞാനൊരു പള്ളിയിൽ ഉദ്ഘാടനം ഉണ്ട്, എനിക്ക് ജുമാക്ക് എത്താൻ പറ്റിയില്ല. അപ്പൊ അറബിക്കാണിച്ച് അതിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട്, എനിക്ക് വരാൻ പറ്റിയിട്ടില്ല, നിങ്ങളവിടുത്തെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് ജുമാൻ്റെത് അയച്ചു തരണം എന്നാണ്. അത് അവരയച്ചു വന്ന് നോക്കുമ്പം ഇത് അറബിക്ക് അയച്ചു കൊടുത്താൽ എന്താവും? ഉയിച്ചിൽ കേന്ദ്രം തോന്നുന്നു പള്ളിയാണ്. കാരണം ഒരാൾ കാല് നീട്ടിയിട്ട് ഉയിച്ചിൽ കഴിഞ്ഞത്, മറ്റേത് മടക്കി വെച്ചിട്ട് അടുത്ത് എണ്ണ ഇടാനുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട KK ഉസ്താദ് മിമ്പർമ കയറിയിട്ട് മിമ്പറിൽ ഇങ്ങനെ കയറിയിട്ട് ഉസ്താദിന്റെ ഒരു സൗണ്ട് അനുഗ്രഹീത സൗണ്ടാണ്. സിഗരറ്റ് വലിച്ചപ്പോഴും നല്ല വെറ്റില മുറുക്കിയപ്പോഴും അവസാനം വഫാത്തിന്റെ തൊട്ട് മുമ്പും ഉസ്താദിന്റെ നിക്കാഹ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ ഉസ്താദിന്റെ നിക്കാഹിന്റെ ഖുതുബ അൽഹംദുലില്ലാഹ് അല്ലദീ അഹല്ല ലനാ നിക്കാഹ് വഹറമ അലൈനാ സിഫാഹ് എന്ന് പറഞ്ഞിട്ട് ആ ഖുതുബ എങ്ങനെയാണ് തുടങ്ങിയാണ്ടല്ലോ, ആ വല്ലാത്ത മധുരമുള്ള ഒരു സൗണ്ടാ.
അത് ഉസ്താദ് ഖുതുബക്ക് നീച്ചുന്നിട്ട് ആ സലാം പറഞ്ഞ് തീർന്നാൽ തന്നെ ആ വലിയ മനുഷ്യനല്ലേ ഉസ്താദ്, മിമ്പറിൽ നിന്ന് ഇങ്ങനെ സലാം പറഞ്ഞ് ഇങ്ങനെ കഴിയുമ്പോൾ തന്നെ ആളുകൾ നീട്ടിയ കാര്യം ഇങ്ങനെ മടക്കി വെക്കണത് കാണാം, മടക്കിയ കാര്യങ്ങൾ ശരിക്കും വെക്കണത് കാണാം. ഓരോരുത്തർക്കും തോന്നുകയാണ് മിമ്പറിന്ന് ഖത്തീബ് ഇന്നയാണ് നോക്കിയത് എന്ന് തോന്നി. അങ്ങനത്തെ ഒരു അനുഗ്രഹമായിരുന്നു. അല്ലാഹു റബ്ബി. ഉസ്താദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖുർആനിലെ സൂറത്താണ് എല്ലാ സുബഹിക്കും ഓതുക. ഞാൻ ഉസ്താദിന്റെ കൂടെ സുബഹി ജമാഅത്തായി നിസ്കരിച്ച നിസ്കാരത്തിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അതിങ്ങനെ ഓതാൻ തുടങ്ങിയാൽ അതിങ്ങനെ വല്ലാത്തൊരു രസാണ്. ആ ഓത്തിങ്ങനെ കേൾക്കണം. ആ സൂറത്താണ് ഓത. അതിങ്ങനെ ഓതിയിട്ട് അതിങ്ങനെ വല്ലാത്ത യാ അയ്യുഹൽ ഇൻസാനു മാ വറക ബിറബ്ബിക്കൽ കരീം. റമളാനിന്റെ സുബഹിക്ക് ആ സൂറത്തോതി നിസ്കരിച്ച എല്ലാ സുബഹിയിലും ഉസ്താദിന്റെ തൊണ്ട ഇടറിപ്പോയിട്ടുണ്ട്. യാ അയ്യുഹൽ ഇൻസാനു മാ വറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അവിടെങ്ങനെ ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. എല്ലാ സുബഹിയിലും ആ സൂറത്ത് റമളാനു ശരീഫിന്റെ എല്ലാ സുബഹിക്കും ആ ആയത്തിങ്ങനെ ഓതിയിട്ട് ഉസ്താദിന്റെ കൽബ് പൊട്ടിപ്പോകുന്ന രംഗം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KK ഉസ്താദ് മറ്റു ഉസ്താദിൽ നിന്ന് പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിഥി സൽക്കാരം. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇക്റാമുൽ ലൈഫ്. നമുക്ക് കാണാലോ, മഹാന്മാരായ ആളുകളെ ജീവിതത്തിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. സുബ്ഹാനല്ലാഹ്, ശറഹുൽ ഇക്മൽ കാണാൻ പറ്റിയ ഒരു സംഭവം. ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്, അതിൽപ്പെട്ടതാണ് ഇത് ഇക്റാമുൽ ലൈഫ് അല്ലേ, വിരുന്നുകാരെ സൽക്കരിക്കൽ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ ഞങ്ങളൊക്കെ മുതഅല്ലിമീങ്ങളായിട്ട് 3-4 ആള് നമ്മൾ മുതഅല്ലിമീങ്ങളായി ചെല്ലുകയാണ്. ആ മുതഅല്ലിമീങ്ങളായ നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കൂല. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഉസ്താദിന്റെ വീട് പൂർത്തിയാക്കിയിട്ട് മേലെ തട്ടെടുത്തിട്ട് ഞങ്ങളൊരു 4 മുതഅല്ലിമീങ്ങൾ ഉസ്താദിന്റെ വീട്ടിൽ താമസിക്കണം. ഒരു രാത്രി പോയിട്ട് രാവിലെ സുബഹി നിസ്കരിക്കാൻ ഉസ്താദ് സുബഹിക്ക് എഴുന്നേറ്റിട്ട് ചെമ്പറുണ്ട പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയിക്കണം. ഞങ്ങള് വീട്ടിന്റെ മേലെ തന്നെ അവിടുന്ന് നിസ്കരിച്ചു സുബഹി. ഉസ്താദ് സുബഹി നിസ്കരിച്ചു വന്നിട്ട്, ഉസ്താദ് സുബഹി നിസ്കരിച്ചു വന്ന് നമ്മൾ അറിയില്ല, ഞങ്ങൾ മേലെയല്ലോ. ഉസ്താദ് രാവിലെ സുബഹി നിസ്കരിച്ചു വന്നിട്ട് താഴെ നിന്ന് ചായയും ആ ചായയുടെ ഒപ്പം കോഴിമുട്ട പുഴുങ്ങിയ കടിയും ഒക്കെ ആയിട്ട് ഉസ്താദ് ആ ചായയും ആ ചായന്റെ കടിന്റെ പാത്രമായിട്ട് ഉസ്താദിന്റെ മുകളിലേക്ക് കയറി വരുന്നു. നോക്കണം, അവിടെ ഉസ്താദ് കാണുന്നത് എൻ്റെ ശിഷ്യന്മാരാണെന്നോ എൻ്റെ കീഴിലുള്ളവരാണോ അതല്ല ഉസ്താദ് ആലോചിക്കുന്നത്. ഇപ്പൊ ഈ മക്കളും എൻ്റെ വിരുന്നുകാരെ സൽക്കരിക്കുക, അതാണ് അവിടെ കാണിക്കുന്നത് ഉസ്താദ്. വിരുന്നുകാർക്ക് കൊടുക്കേണ്ട ഫുൽ യുക്രിം ലൈഫഹു. അപ്പൊ ബഹുമാനപ്പെട്ട KK ഉസ്താദിൽ നമുക്ക് പഠിക്കാനുണ്ടായതെല്ലാം ഏതാണ്? സമൂഹത്തിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നിൽക്കുന്ന വിഷയങ്ങളിൽ നിത്യസംഭവങ്ങൾ, ആ നിത്യസംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉസ്താദിന്റെ മാതൃകയാണ് അധികമായി നമുക്ക് പഠിക്കാനും പകർത്താനും ഉള്ളത്. മഹാന്മാരെ കുറിച്ച് ഓർമ്മിക്കലും അവരെ ചരിത്രങ്ങൾ പറയലും അത് അടുത്ത തലമുറക്ക് പകർത്തി കൊടുക്കലും വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളാണ്. മാത്രമല്ല, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അത് അവസാനിക്കലല്ല. മരണം എന്ന് പറയുന്നത് പുതിയൊരു ജീവിതം തുടങ്ങലാണ്. ഓ മുഅ്മിനുകളെ, മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ കിതാബിന്റെ ഭാഷ പറയുന്നത് നമുക്ക് കാണാം. ഒരു വിഭാഗം ആളുകൾ എങ്ങനെയാണ് മരണം എന്ന് പറയുന്നത്, അല്ലാഹു തആല എന്നും പാരായണം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന സൂറത്താണ് തബാറക. ആ തബാറക സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് കാണാം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും നിശ്ചയിച്ചു, ജീവിതവും നിശ്ചയിച്ചു. ജീവിതം പറയുന്നതിന് മുമ്പ് മരണമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്.
ജീവിതം പറഞ്ഞ മുമ്പ് ആദ്യം ഏതാ പറയണത്? മരണമാണ്. അതിന്റെ അർത്ഥം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? എപ്പോ ജീവിക്കുന്ന ഒരാൾ എവിടെയാണോ മരിക്കുമെന്ന ബോധത്തോടുകൂടെ ജീവിക്കണം, മരിക്കുമെന്ന ഓർമ്മയിൽ ജീവിക്കണം. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മരണത്തെ 3 വിധമാണ് ആളുകൾ. ഒന്ന്, മരണത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് പോലെ ജീവിക്കുന്നവർ. മരിക്കുമെന്ന ഓർമ്മയില്ല, അവരെ വാരിക്കൂട്ടുന്ന സമ്പത്തിന്റെ തിരക്ക്, അവരുടെ പല വിഷയങ്ങളും ഒക്കെ കണ്ടാൽ എങ്ങനെയാണ്? അവര് മരിക്കുമെന്ന ഓർമ്മയില്ല, മരണത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് പോലെ. അവർക്ക് കിതാബിന്റെ ഭാഷ മുൻഹമിക്കുന്നതാണ്, മരണത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർ. രണ്ടാമത്തെ കൂട്ടരുണ്ട്. അവരാരാ? അവർക്ക് മരിക്കുമെന്ന ബോധമുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ പല തെറ്റുകളും കുറ്റങ്ങളും പാളിച്ചകളും സംഭവിക്കുന്നവർ. അവർക്കുള്ള പേരെന്താ? കിതാബ് തായിബ് എന്നാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാൽ വേഗം ഖേദിച്ചു മടങ്ങും, വേഗം തൗബ ചെയ്യും, വേഗം പൊരുത്തപ്പെടിപ്പിക്കും. അവർക്ക് തായിബ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. എന്താണ് ആ വിഭാഗത്തിനെ? അവരെ കിതാബ് വിശേഷിപ്പിക്കുന്നത് ആരിഫ് എന്നാണ്. എപ്പോഴും അല്ലാഹ്, ഒരു വാക്ക് പറയുമ്പം അള്ളയും കേൾക്കുന്നുണ്ട്, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട്, ഒരു സംഗതി കൊടുക്കുമ്പം അള്ളാഹു കാണുന്നുണ്ട്, ഒരു സംഗതി വാങ്ങുമ്പം അള്ളാഹു ഇരുട്ടും വെളിച്ചവും സന്തോഷവും ദുഃഖവും എല്ലാം ഒരുപോലെ നിയന്ത്രിക്കുന്ന അള്ളാഹു. എപ്പോഴും അള്ളാഹ് എന്ന ഒരു ആരിഫ് എന്നാണ് അവർക്ക് കിതാബിന്റെ ഭാഷ. അവരാരാ? സൽക്കർമ്മങ്ങളിലായി ജീവിക്കുന്ന ആളുകൾ. നമ്മൾ ഈ പറയുന്ന ആലിമീങ്ങള്, അവരെ കണ്ട് ജീവിച്ചിരിക്കുന്ന പഴയകാല ഉമറാക്കള്, വീടുകളിലൊക്കെ ഉള്ള ഉമ്മമാര്, ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് അല്ലേ, ആ ഭക്ഷണം കഴിച്ച വീട്ടുകാര് വിവിധ ഭക്ഷണം ഉണ്ടാക്കി. എന്താ അവരുടെ പേര് എനിക്കറിയില്ല. സാരിയാജി. അള്ളാഹു അവർക്ക് ഖൈർ കൊടുക്കണം. ആ വീട്ടിൽ ചെന്നപ്പോ ഒരു പഴയ ഉമ്മ ഉണ്ട്, പ്രായമായ ഉമ്മ. പ്രായമുള്ള ഉമ്മ. ആ ഉമ്മ ഇപ്പം, മോനെ എനിക്ക് കണ്ണിന് കാഴ്ചല്ല, അതുകൊണ്ട് നിങ്ങളൊന്നും കണ്ടാൽ അറിയില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ എത്ര അറിയുന്ന ആൾക്കാരാ. ഞാൻ ഇന്നാള് സംബന്ധിച്ചൊക്കെ അവരൊരു സന്തോഷിപ്പിക്കുന്ന വിഷയം പറയാനുള്ള നമ്മൾ. അല്ലാഹു റബ്ബി, പഴയ ഉമ്മാര് നമ്മളെ വീട്ടിലുണ്ടാകും. ആ വീട്ടിലെ മകനും അതേപോലെ തന്നെ മക്കളും അവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ട്? അല്ലാഹു റബ്ബി, 90 വയസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഉമ്മാനി ഉപ്പാനി നമുക്ക് പരിപാലിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന എൻ്റെ ഉപ്പാനോട് ആരെങ്കിലും മക്കളെ ചോദിച്ചാൽ, ഞങ്ങൾ 9 മക്കളുണ്ട്, 4 ആണും 5 ആണും 4 പെണ്ണും. ഞാൻ വീട്ടിൽ സെൻട്രൽ ഫോർവേഡാണ്. മേലെ നിന്ന് കേട്ടെണ്ണിയാലും 5ാമത്തെ ആളാ, താഴ്ന്ന് മേപ്പോട്ടെണ്ണിയാലും 5ാമത്തെ ആളാ. പ്രത്യേകിച്ച് ആനുകൂല്യം ഒന്നും കിട്ടാനില്ല. ഈ പോക്ക് ഇങ്ങനെയാണ് പോകാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇടപെടാൻ നിൽക്കേണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നാലും ഉപ്പാനോട് ആരെങ്കിലും മക്കളൊക്കെ ചോദിച്ചാൽ ആദ്യം എൻ്റെ പേരാ പറയാം. ഒരു കുട്ടി ഇന്ന ആളാണ്, ഇയാളെ വാപ്പുണ്ടായിരുന്നു, നല്ല ഒരു മനുഷ്യൻ. നമ്മളാ ചെമ്പറുണ്ട പോയി കേൾക്കുമ്പോൾ മക്കളെ ചോദിച്ചാൽ വേഗം ഇയാളെ എന്തുകൊണ്ട്? മാതാപിതാക്കൾക്കൊരു അഭിമാനമല്ലേ മക്കള്, മാതാപിതാക്കൾക്കൊരു അഭിമാനമല്ലേ. അല്ലാഹു റബ്ബി, AP ഉസ്താദിന്റെ മാതാപിതാക്കൾക്ക് എത്രയാണ് ഇപ്പൊ അഭിമാനം. അല്ലാഹു റബ്ബി, അതാർക്കും അങ്ങനെയാണല്ലോ അല്ലേ. മാതാപിതാക്കൾക്ക് ഒരു വല്ലാത്ത അഭിമാനമല്ലേ നമ്മളെ മക്കളെ കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സബൂർ തങ്ങൾ, യാ റബ്ബ് യാ റബ്ബ്, ഞാൻ വിചാരിച്ച തങ്ങൾ ഇവിടെ വന്നു പോയി. അൽഹംദുലില്ലാ. അപ്പോ ഒരു തങ്ങന്മാര് വരുമ്പോഴാണ് നമ്മൾ നിർത്തി ഇത് സമാപിക്കാനായത്. പണ്ട് ബാങ്ക് കേട്ടപ്പം ഒരു കുട്ടി പറഞ്ഞ്, ളുഹറിന്റെ ബാങ്ക് കേട്ടപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഈ ബാങ്ക് നല്ല രസമുള്ള ബാങ്കാണ്. അപ്പൊ അതെന്തേന്ന് വെച്ചു. അതിന്റെ ശേഷം ഉമ്മ ചോറ് തരുള്ളൂ. അപ്പൊ എന്ന മാതിരി തങ്ങന്മാര് വന്നാൽ നമുക്ക് വലിയ സന്തോഷം. എന്നാ പിന്നെ നിർത്താനായിരുന്നു.